വിവാഹത്തിന്റെ പേരിൽ ചുറ്റും മതിലുകൾ ഉയരുമ്പോൾ വിധി അവളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിച്ചു ആ രാത്രിയുടെ മായാത്ത ഓർമ്മയായ ഒരുവനെ. ഒരിക്കൽ യാദൃച്ഛികമായി കൂട്ടിയിടിച്ച വഴികൾ ഇപ്പോൾ വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ അത് പ്രണയത്തിന്റെ തുടക്കമാകുമോ, അല്ലെങ്കിൽ മറഞ്ഞുകിടന്ന സത്യങ്ങളുടെ പൊട്ടിത്തെറിയോ? വെൽക്കം ടു അവർ സ്റ്റോറി, വൺ നൈറ്റ് സ്റ്റാൻഡ് എപ്പിസോഡ് 2. ഹോളിന്റെ നടുവിൽ നിൽക്കുന്ന ദേവാൻഷിനെ കണ്ട നിമിഷം ഇഷാനിയുടെ ശ്വാസം തടഞ്ഞു. കറുത്ത ഷർട്ടിൽ മുഖത്ത് അതേ ആത്മവിശ്വാസം നിറഞ്ഞ ചിരി. പക്ഷേ ഇന്നലെ രാത്രിയിലെ ആ അപരിചിതനല്ല അവൻ. ഇന്ന് എല്ലാവരും അവനെ ആദരവോടെ നോക്കുന്നു. അവന്റെ നിൽപ്പിലും നോട്ടത്തിലും ഒരു അധികാരത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. ഇഷാനി! അമ്മയുടെ വിളി കേട്ടപ്പോൾ അവൾ ഞെട്ടലിൽ നിന്നും മടങ്ങി. ഇങ്ങോട്ട് വാ മോളെ. കാലുകൾക്ക് ഭാരം തോന്നിയെങ്കിലും അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. ഓരോ ചൂടും അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ദേവാൻഷ് ഇവിടെ? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നു. ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് രാഹുലിനറിയാമോ? എല്ലാം അറിഞ്ഞിട്ടാണോ ദേവാൻഷ് ഇവിടെ വന്നത്? ഇതെല്ലാം ഒരു പ്ലാനായിരുന്നോ? ടെൻഷനിൽ അവളുടെ വിരലുകൾ വിറച്ചു. അപ്പോഴാണ് രാഹുൽ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നത്. അവളുടെ കൈ പിടിച്ച് ദേവാൻഷിന്റെ മുന്നിലേക്ക് നിർത്തി. ഇഷാനി, ദിസ് ഇസ് ദേവാൻഷ്, മൈ സ്റ്റെപ്പ് ബ്രദർ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. രാഹുൽ തുടർന്നു, ദേവാൻഷ്, ദിസ് ഇസ് മൈ ഫിയാൻസെ ഇഷാനി. ദേവാൻഷിന്റെ കണ്ണുകൾ അവളിൽ പതിഞ്ഞു. ആ നോട്ടത്തിൽ ഇന്നലെ രാത്രിയുടെ ഓർമ്മകൾ വ്യക്തമായി തെളിഞ്ഞിരുന്നു. പതുക്കെ കൈ നീട്ടി. നൈസ് ടു മീറ്റ് യു ഒഫീഷ്യലി. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം ഇഷാനിയെ കൂടുതൽ അസ്വസ്ഥമാക്കി. അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ രാഹുലിന്റെ കൈകൾ തട്ടിമാറ്റി. ഹോളിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഇഷാനിയിലേക്ക് തിരിഞ്ഞു. അമ്മയുടെ മുഖം കടുത്തു. ഇഷാനി! ആ ശബ്ദത്തിൽ ശ്വാസന വ്യക്തമായിരുന്നു. ഇതെന്ത് പെരുമാറ്റമാണ്? അതിഥികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ഇഷാനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ ദേവാൻഷിനെ നോക്കി. അവൻ്റെ ചുണ്ടുകളിൽ മങ്ങിയൊരു ചിരി മാത്രം. അവനൊന്നും സംഭവിക്കാത്ത പോലെ ശാന്തമായി നിന്നു. അതേസമയം രാഹുൽ ഇടപെട്ടു. അമ്മ, ഇറ്റ്സ് ഓക്കെ. അവൻ നിർബന്ധിച്ചൊരു ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ട്. ഞാൻ കുറച്ച് ബിസിയായിരുന്നു. അതുകൊണ്ടാണ് ഇവൾക്ക് ദേഷ്യം. അവൻ്റെ അമ്മയും ഉടൻ പറഞ്ഞു. അതൊക്കെ സാധാരണയല്ലേ മോളെ? വിവാഹം എടുത്താൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരും അത് കേട്ട് ആശ്വാസത്തോടെ ചിരിച്ചു. പക്ഷേ ഇഷാനിയുടെ ഉള്ളിൽ തീ കത്തുകയായിരുന്നു. രാഹുൽ അവളുടെ കൈ മുറുക്കി പിടിച്ചു. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവൾ എതിർക്കും മുൻപ് അവൻ അവളെ ഹോളിൻ്റെ ഒരറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടൻ അവൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. എന്താണ് നിനക്ക് പറ്റിയത്? അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. എല്ലാവരുടെയും മുന്നിൽ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്തത്? ഇഷാനി അവനെ നോക്കി. ആ മുഖം കണ്ടപ്പോൾ ഹോട്ടൽ റൂമിലെ കാഴ്ച വീണ്ടും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അനഘയുടെ ചിരി, രാഹുലിൻ്റെ വാക്കുകൾ, നീ എനിക്കൊരു ടൈം പാസ് മാത്രമായിരുന്നു എന്ന് പറഞ്ഞത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നോട് ചോദിക്കാനുള്ള അവകാശം നിനക്കില്ല രാഹുൽ. രാഹുൽ അസ്വസ്ഥനായി. ലുക്ക് ഇഷാനി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ? അവൾ പുച്ഛത്തോടെ ചിരിച്ചു. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ? നീയും അനഘയും കൂടി എന്നെ വഞ്ചിച്ചതോ? രാഹുലിൻ്റെ മുഖം വിളറി. നീ? അതെ, ഞാനെല്ലാം കണ്ടു. അവൻ നിശബ്ദനായി. അതുകൂടി കണ്ടപ്പോൾ ഇഷാനിയുടെ ഉള്ളിൽ എന്തോ തകർന്നു. അപ്പോഴാണ് അവരുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. സീംസ് ലൈക്ക് ഐ ഇൻറപ്റ്റഡ് സംതിങ്. ഇരുവരും തിരിഞ്ഞു. ദേവാൻഷ് അവിടെ നിൽക്കുകയായിരുന്നു, കൈകൾ പോക്കറ്റിലിട്ട്. മുഖത്ത് അതേ അപകടകരമായ ചിരി. അവൻ്റെ കണ്ണുകൾ നേരെ ഇഷാനിയിലായിരുന്നു. രാഹുൽ, ഡാഡ് വിളിക്കുന്നു. രാഹുൽ അസ്വസ്ഥനായി ഇഷാനിയെ നോക്കി. നമുക്ക് പിന്നെ സംസാരിക്കാം. അവൻ പോയതോടെ അവിടെ നിശബ്ദത പടർന്നു. ദേവാൻഷ് പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ഇപ്പോൾ അവർക്കിടയിൽ ശ്വാസത്തിൻ്റെ അകലം മാത്രം. അവൻ ചെറുതായി കുനിഞ്ഞ് അവളുടെ ചെവിക്കരികൾ മൃദുവായി ചോദിച്ചു. ടെൽ മീ ഇഷാനി. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ ശരീരം വിറപ്പിച്ചു. ഇപ്പോൾ ഞാൻ നിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഒരു നിമിഷം നിർത്തി. അവൻ ചുണ്ടുകളിൽ ചെറു ചിരിയോടെ തുടർന്നു. ബ്രദേഴ്സ് ഫിയാൻസെ. ആ വാക്കുകൾ കേട്ട നിമിഷം ഇഷാനിയുടെ ശരീരം മുഴുവൻ വിറച്ചു. ദേവാൻഷ്. അവളുടെ ശബ്ദം വിറച്ചിരുന്നു. അവൻ ചുണ്ടുകളിൽ ചെറു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. റിലാക്സ്, ഞാനിവിടെ സീൻ ഉണ്ടാക്കാൻ വന്നതല്ല. ഇഷാനി ചുറ്റും നോക്കി. ആരെങ്കിലും കേട്ടോ എന്ന ഭയം അവളുടെ ഉള്ളിൽ പടർന്നു. പ്ലീസ്, ഇവിടെ നിന്ന് പോകൂ, അവൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ദേവാൻഷ് ചെറുതായി തലചരിച്ച് അവളെ നോക്കി. ഇന്നലെ രാത്രി എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര നെർവസ് ആയിരുന്നില്ലല്ലോ. അവൻ്റെ വാക്കുകൾ അവളുടെ കവിളുകൾ ചുവപ്പിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. വൈ? അവൻ ഒരുപടി കൂടി അടുത്തേക്ക് വന്നു. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇഷാനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു അവളെ കൂടുതൽ ഭയപ്പെടുത്തിയതും. നിശബ്ദത കണ്ടപ്പോൾ ദേവാൻഷിൻ്റെ കണ്ണുകളിൽ ഒരു തൃപ്തി മിന്നി. അതെനിക്ക് മനസ്സിലായി. അവൻ മൃദുവായി പറഞ്ഞു. ദേവാൻഷ് പ്ലീസ്. ഷ്. അവൻ വിരൽ അവളുടെ ചുണ്ടിനരികിൽ ഉയർത്തി. നീ പേടിക്കണ്ട. ഇന്നലെ രാത്രി നടന്നത് നമ്മൾ രണ്ടുപേർക്കുമിടയിൽ തന്നെ തുടരും. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനി ചെറുതായി ആശ്വസിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൻ കൂട്ടിച്ചേർത്ത വാക്കുകൾ വീണ്ടും അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അൺലെസ് നീ തന്നെ അത് മാറ്റാൻ തീരുമാനിച്ചാൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവാൻഷ് മറുപടി പറയാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി.
രാഹുലും ദേവാൻഷും ഒരുമിച്ച് നിന്നു. ഇഷാനി അല്പം അകലെ നിന്നുകൊണ്ട് ദേവാൻഷിനെ നോക്കുകയായിരുന്നു. അവൻ എല്ലാവരോടും സാധാരണ പോലെ പെരുമാറുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. പക്ഷേ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവൻ ചുണ്ടുകൾ കൊണ്ട് മാത്രം പറഞ്ഞു, "ടുനൈറ്റ്." ഇഷാനിയുടെ ഹൃദയം നിശ്ചലമായി. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവളുടെ മുഖം വിളറി. അനഘ കോളിംഗ്. കൈകൾ വിറച്ച് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. "ഹലോ." മറുവശത്ത് അനഘയുടെ തണുത്ത ചിരി. "സർപ്രൈസ് ഇഷ്ടമായി ഇഷാനി?" ഇഷാനി ദേഷ്യത്തോടെ ചോദിച്ചു. "എന്താണ് നിനക്ക് വേണ്ടത്?" അനഘയുടെ ശബ്ദം കൂടുതൽ തടുത്തു. സമയത്തിന് ശേഷം എല്ലാവരും ഹാളിലിരുന്നു. വിവാഹ തീയതി ഫിക്സ് ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. രാഹുലിൻ്റെ അമ്മ കലണ്ടർ എടുത്ത് പറഞ്ഞു, "അടുത്ത മാസം 18-ന് നല്ല മുഹൂർത്തമാണ്. എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ എൻഗേജ്മെൻറ്റും വെഡ്ഡിംഗ് ഡേറ്റ് അനൗൺസ്മെൻറ്റും നടത്താം." ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനിയുടെ നെഞ്ചിൽ ഭാരമിറങ്ങി. അവൾ പെട്ടെന്ന് ദേവാൻഷിനെ നോക്കി. അവൻ സോഫയിൽ ചാരിയിരുന്ന് മുഖത്ത് നിസ്സംഗത. പക്ഷേ അവൻ്റെ കണ്ണുകൾ നേരെ അവളിലേക്കായിരുന്നു. ഒരു നിമിഷം അവൻ ചുണ്ടുകൾ കൊണ്ട് മാത്രം ചോദിച്ചു, "സ്റ്റിൽ മാരിയിങ് ഹിം?" ഇഷാനിയുടെ ഹൃദയം പിടഞ്ഞു. സമയത്തിന് ശേഷം എല്ലാവരും ഹാളിലിരുന്നു. വിവാഹ തീയതി ഫിക്സ് ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. രാഹുലിൻ്റെ അമ്മ കലണ്ടർ എടുത്ത് പറഞ്ഞു, "അടുത്ത മാസം 18-ന് നല്ല മുഹൂർത്തമാണ്. എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ എൻഗേജ്മെൻറ്റും വെഡ്ഡിംഗ് ഡേറ്റ് അനൗൺസ്മെൻറ്റും നടത്താം." ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനിയുടെ നെഞ്ചിൽ ഭാരമിറങ്ങി. അവൾ പെട്ടെന്ന് ദേവാൻഷിനെ നോക്കി. അവൻ സോഫയിൽ ചാരിയിരുന്ന് മുഖത്ത് നിസ്സംഗത. പക്ഷേ അവൻ്റെ കണ്ണുകൾ നേരെ അവളിലേക്കായിരുന്നു. ഒരു നിമിഷം അവൻ ചുണ്ടുകൾ കൊണ്ട് മാത്രം ചോദിച്ചു, "സ്റ്റിൽ മാരിയിങ് ഹിം?" ഇഷാനിയുടെ ഹൃദയം പിടഞ്ഞു. സമയത്തിന് ശേഷം എല്ലാവരും ഹാളിലിരുന്നു. വിവാഹ തീയതി ഫിക്സ് ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. രാഹുലിൻ്റെ അമ്മ കലണ്ടർ എടുത്ത് പറഞ്ഞു, "അടുത്ത മാസം 18-ന് നല്ല മുഹൂർത്തമാണ്. എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ എൻഗേജ്മെൻറ്റും വെഡ്ഡിംഗ് ഡേറ്റ് അനൗൺസ്മെൻറ്റും നടത്താം." ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷാനിയുടെ നെഞ്ചിൽ ഭാരമിറങ്ങി. അവൾ പെട്ടെന്ന് ദേവാൻഷിനെ നോക്കി. അവൻ സോഫയിൽ ചാരിയിരുന്ന് മുഖത്ത് നിസ്സംഗത. പക്ഷേ അവൻ്റെ കണ്ണുകൾ നേരെ അവളിലേക്കായിരുന്നു. ഒരു നിമിഷം അവൻ ചുണ്ടുകൾ കൊണ്ട് മാത്രം ചോദിച്ചു, "സ്റ്റിൽ മാരിയിങ് ഹിം?" ഇഷാനിയുടെ ഹൃദയം പിടഞ്ഞു. ഹാളിലെ തിരക്കും സംസാരങ്ങളും പിന്നിലാക്കി രാഹുൽ ഇഷാനിയുടെ കയ്യിൽ പിടിച്ചു. "എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം." അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞയുടെ കഠിനതയായിരുന്നു. ഇഷാനി കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വീട്ടിലെ പിന്നിലെ ചെറിയ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുട്ട് കനത്തിരുന്നു. അകലെയായി കേൾക്കുന്ന സംസാര ശബ്ദങ്ങൾ മാത്രം. ഇഷാനി കൈ വിടുവിച്ചു. "എന്താണ് ഇനി പറയാനുള്ളത്?" അവളുടെ ശബ്ദം തണുത്തിരുന്നു. രാഹുൽ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ആഴത്തിൽ ശ്വാസമെടുത്തു. "ഇഷാനി, ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഇപ്പോൾ നമുക്കിത് ആരോടും പറയാൻ പറ്റില്ല." അവൾ പുച്ഛത്തോടെ ചിരിച്ചു. "സീരിയസ്ലി? നീ എന്നെ ചീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സൈലൻസ് ആവശ്യപ്പെടുന്നുവോ?" "ലിസൺ ടു മീ." രാഹുൽ ആദ്യമായി ശബ്ദമുയർത്തി. "ഇത് വെറും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല." ഇഷാനി സംശയത്തോടെ നോക്കി. രാഹുൽ ബാൽക്കണിയുടെ റെയിലിങ്ങിൽ ചാരി. "മുത്തശ്ശൻ ഒരു വിൽ എഴുതിയിട്ടുണ്ട്." അവൻ പതുക്കെ പറഞ്ഞു. "ആ വിൽ പ്രകാരം വർമ്മ ഗ്രൂപ്പിൻ്റെ കമ്പനി ഷെയർസിൽ നിന്നും ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന കൊച്ചുമകനും അവൻ്റെ ഭാര്യയ്ക്കും 20% പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ്സ് കിട്ടും." ഇഷാനിയുടെ കണ്ണുകൾ വികസിച്ചു. "എന്ത്?" "അതെ." രാഹുലിൻ്റെ മുഖത്ത് നിസ്സംഗമായൊരു ചിരി തെളിഞ്ഞു. "നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഞാൻ നിന്നെ ചൂസ് ചെയ്തതെന്ന്?" ആ വാക്കുകൾ ഇഷാനിയുടെ നെഞ്ചിൽ കത്തി പോലെ കുത്തി. "എന്നെ ചൂസ് ചെയ്തതോ?" അവളുടെ ശബ്ദം വിറച്ചു. "ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല ഇഷാനി." അവൻ ശാന്തമായി പറഞ്ഞു. "നീ ഡീസൻ്റാണ്, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. നോ ഡ്രാമ, പെർഫെക്റ്റ് ഡോട്ടർ ഇൻ ലോ മെറ്റീരിയൽ." ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. "അപ്പോൾ ഇത്രയും വർഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്?" രാഹുലിൻ്റെ മറുപടി അവളെ അകത്തോളം തകർത്തു. അവൾ ദേഷ്യത്തിൽ വിറച്ചു. "നീ ഒരു മനുഷ്യനാണോ?" രാഹുൽ ചൂണ്ടുയർത്തി. "വാട്ട് എവർ യു കോൾ മീ. ഇപ്പോൾ നിനക്കും ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും." "നെവർ." ഇഷാനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. "ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം എല്ലാവരോടും പറയും." അവൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ അവളുടെ കൈ പിടിച്ചു. "തിങ്ക് കെയർഫുള്ളി." അവൻ്റെ ശബ്ദം തണുത്തിരുന്നു. "ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ബ്രേക്ക് ചെയ്താൽ എല്ലാവരും എന്താണ് ചിന്തിക്കുക?" ഇഷാനി നിശബ്ദമായി. രാഹുൽ തുടർന്നു. "നീ തന്നെയായിരിക്കും കുറ്റക്കാരി." "എന്ത് നോൺസെൻസ്. ആരും സത്യം വിശ്വസിക്കില്ല." അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. "എല്ലാവർക്കും മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് കപ്പിളാണ്." അവളുടെ പിടഞ്ഞ മുഖം കണ്ടപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, "നിന്റെ പാരൻസ്." ആ വാക്ക് കേട്ടപ്പോൾ ഇഷാനി വിറച്ചു. അവർക്കുണ്ടാകുന്ന ഹ്യൂമിലിയേഷൻ നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളുടെ അച്ഛൻ്റെ ചിരിയും അമ്മയുടെ പ്രതീക്ഷ നിറഞ്ഞ മുഖവും മനസ്സിൽ തെളിഞ്ഞു. രാഹുൽ അത് മുതലെടുത്തു. "വിൽ ട്രാൻസ്ഫർ ആകുന്നത് വരെ മാത്രം." അവൻ ശാന്തമായി പറഞ്ഞു. "അതിനുശേഷം മ്യൂച്വൽ സെപ്പറേഷൻ. നോ ഡ്രാമ." "എത്ര കാലം?" 3 മാസം. ഇഷാനി മിണ്ടാതെ നിന്നു. മനസ്സിനുള്ളിൽ അവൾ പൊരുതുകയായിരുന്നു. സത്യം ഇപ്പോൾ പറഞ്ഞാൽ അമ്മയും അച്ഛനും തകർന്നു പോകും. സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ എല്ലാം അവളെ ഭയപ്പെടുത്തി. അവസാനം കണ്ണുകളടച്ച് അവൾ പതുക്കെ പറഞ്ഞു, "ശരി." രാഹുലിൻ്റെ മുഖത്ത് വിജയച്ചിരി വിരിഞ്ഞു. "ഗുഡ് ഗേൾ." ആ വാക്ക് കേട്ട നിമിഷം ഇഷാനിയുടെ ഉള്ളിൽ വെറുപ്പ് മാത്രം. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല.
സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.